ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആർച്ചിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. അത് നമ്മൾ അത്രയും സമയമെടുത്തിട്ട് പറഞ്ഞതിൻ്റെ കാരണം ഞാൻ പറഞ്ഞിരുന്നു, നമുക്കത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. അടുത്തത് വരുന്നതാണ് ഇനി ആർച്ചിൽ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആർച്ചിൻ്റെ ക്ലാസിഫിക്കേഷനാണ്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ആർച്ച്. എത്ര തരത്തിലുള്ള ആർച്ചുകൾ ഉണ്ടെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ നമ്മൾ ആർച്ചിനെ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിലൊന്നാമത് പറയണത് അക്കോർഡിംഗ് ടു ഷേപ്പ്, അതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് നമ്മളതിനെ തരംതിരിച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്, അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സെൻറ്റർ, അതായത് നമ്മളതിൻ്റെ നമ്പർ ഓഫ് സെൻറ്റർ അനുസരിച്ചിട്ട്, അതിൻ്റെ സെൻറ്റർ അനുസരിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ, ഓരോ ആർച്ചിനും ഓരോ ഷേപ്പ് വരുമ്പോൾ നമ്മൾ എലിപ്സ്, പരാബോള അങ്ങനെയുള്ളൊരു ഷേപ്പിലൊക്കെയാണ് നമ്മൾ നമ്മുടെ ജോമെട്രിക്കൽ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിൻ്റെ സെൻറ്ററൊക്കെ നമുക്ക് വരുന്നത്. അപ്പോൾ രണ്ടാമത് പറയുന്നതാണ് എന്ത്, അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സെൻറ്റർ, സെൻറ്ററുകളുടെ നമ്പറിനനുസരിച്ചിട്ട്. മൂന്നാമത് പറയുന്നത് എന്താണ്, അക്കോർഡിംഗ് ടു വർക്ക്മാൻഷിപ്പ്, അതായത് നിർമ്മാണ വൈദഗ്ധ്യത്തിന് എങ്ങനെയാണോ അത് നിർമ്മിക്കുന്നത് അതിൻ്റെ ആ ഒരു എന്താ പറയുക, നിർമ്മിക്കുന്ന ആളുടെ ഒരു വൈദഗ്ധ്യത്തിന് അനുസരിച്ചിട്ട്, അതായത് അക്കോർഡിംഗ് ടു വർക്ക്മാൻഷിപ്പ്. പിന്നെ പറയുന്നത് എന്താണ്, അക്കോർഡിംഗ് ടു മെറ്റീരിയൽസ് ഓഫ് കൺസ്ട്രക്ഷൻ, നമ്മൾ എന്ത് വസ്തുവാണോ നമ്മൾ അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മളതിനെ തരംതിരിച്ചിട്ടുണ്ട്. അഞ്ചാമത് പറയുന്നത് എന്താണ്, അക്കോർഡിംഗ് ടു വർക്ക്മാൻഷിപ്പ് തന്നെയാണ്, അതായത് നിർമ്മാണ രീതിക്കനുസരിച്ചിട്ട്, എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നനുസരിച്ചിട്ട് അങ്ങനെ നമ്മളിതിനെ 5 രീതിയിൽ നമ്മളിതിനെ തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത് പറയുന്നത് അക്കോർഡിംഗ് ടു ഷേപ്പ്, ഷേപ്പിനനുസരിച്ച്. രണ്ടാമത് പറയുന്നത് അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സെൻറ്റർ, സെൻറ്ററിൻ്റെ എണ്ണത്തിനനുസരിച്ച്. മൂന്നാമത് പറയുന്നത് അക്കോർഡിംഗ് ടു വർക്ക്മാൻഷിപ്പ്. നാലാമത് പറയുന്നത് അക്കോർഡിംഗ് ടു മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ. അഞ്ചാമത് പറയുന്നത് അക്കോർഡിംഗ് ടു വർക്ക്മാൻഷിപ്പ് തന്നെ, അതായത് നിർമ്മാണ രീതിക്കനുസരിച്ചിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ 5 രീതിയിലാണ് നമ്മൾ ആർച്ചിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, 5 രീതിയിൽ. ഇനി ഇതെങ്ങനെയൊക്കെയാണ് ഈ രൂപത്തിനനുസരിച്ച്, നമ്പർ ഓഫ് സെൻറ്റർ അനുസരിച്ച് എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനെ തരംതിരിച്ചിരിക്കുന്നത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്ലാസിഫിക്കേഷൻ ആർച്ചിൻ്റെ നമുക്ക് സാധാരണ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണത്. അതിലൊന്നാമത് പറയുന്നതാണ് രൂപത്തിനനുസരിച്ചിട്ടുള്ള അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ, അല്ലേ, അക്കോർഡിംഗ് ടു ഷേപ്പ്. ഷേപ്പ് അനുസരിച്ചിട്ട് നമ്മളിത് എങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തതെന്നാണ് നമുക്ക് നോക്കാം, എങ്ങനെയാണ് പറയുന്നതെന്ന്. രൂപത്തിനനുസരിച്ച് താഴെ പറയുന്ന വിധത്തിൽ നമുക്കിതിനെ തരംതിരിക്കാം എന്നാണ് പറയുന്നത്. അതിലൊന്നാമത്തെയാണ് ഫ്ലാറ്റ് ആർച്ച്, രണ്ടാമത്തെ സെഗ്മെൻ്റൽ ആർച്ച്, മൂന്നാമത്തെ സെമി സർക്കുലർ ആർച്ച്, ഹോഴ്സ് ഷൂ ആർച്ച്, പിന്നെന്താണ് പോയിൻറ്റഡ് ആർച്ച്, വെനീഷ്യൻ ആർച്ച്, ഫ്ലോറൻറ്റൈൻ ആർച്ച്, റിലീവിങ് ആർച്ച്, പിന്നെന്താണ് സ്റ്റിൽറ്റഡ് ആർച്ച്, സെമി എലിപ്റ്റിക്കൽ ആർച്ച്. ഇങ്ങനെ പല ആർച്ചുകളായിട്ട്, അതായത് അതിൻ്റെ ഷേപ്പിനനുസരിച്ച്, ഏത് ഷേപ്പിലാണോ, ഇപ്പോൾ ഫ്ലാറ്റ് ആയിട്ടാണെങ്കിൽ ഫ്ലാറ്റ് ആർച്ച്, സെഗ്മെൻ്റലായിട്ടാണെങ്കിൽ സെഗ്മെൻ്റൽ ആർച്ച്, സർക്കുലർ ആണെങ്കിൽ സർക്കുലർ ആർച്ച്, ഇനി സെമി സർക്കുലർ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഹോഴ്സ് ഷൂ എന്ന് പറഞ്ഞാൽ ഹോഴ്സ് ഷൂവിൻ്റെ ഷേപ്പിൽ വരുന്ന ആർച്ചുകൾ. അപ്പോൾ ഇങ്ങനെ ഏത് ഷേപ്പിലാണോ അത് വരുന്നത് ആ ഷേപ്പിനനുസരിച്ചിട്ട് നമ്മളതിനെ പേരുകൾ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ അതിൽ ഫ്ലാറ്റ് ആർച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം, അതേ ഫ്ലാറ്റ് ആർച്ചിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഫ്ലാറ്റ് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഈ ഫ്ലാറ്റ് ആർച്ച് നമുക്ക് വരയ്ക്കാനുള്ളതാണ് കേട്ടോ. ട്രേഡ് ഡ്രോയിങ്ങിൽ നമുക്ക് ഈ ഫ്ലാറ്റ് ആർച്ച് വരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഈ വരയ്ക്കാനുള്ളപ്പോൾ നമുക്കതിൽ നിങ്ങൾക്ക് നോക്കി കാണാം, ഇത് വരച്ചിരിക്കുന്ന ഫ്ലാറ്റ് ആർച്ച് എങ്ങനെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിലൊരു വിൻഡോ ആണെന്ന് വിചാരിക്കാം, ഒരു വിൻഡോയുടെ ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു ഡോറിൻ്റെ ഓപ്പണിങ്ങോ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഫ്ലാറ്റ് ആർച്ച് ഇതിൽ കൊടുക്കുന്നതെന്ന് അതിൽ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇൻട്രഡോസും എക്സ്ട്രഡോസും അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫ്ലാറ്റ് ആർച്ചിൽ 2 ഭാഗങ്ങളും മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇൻട്രഡോസും എക്സ്ട്രഡോസും.
ഇത് വരയ്ക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് സ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു. സ്പാൻ എന്താണ്? സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ഈ വെർട്ടിക്കൽ ലൈൻസുകളുണ്ടല്ലോ, ഇതിൻ്റെ ഇടയിൽ വരുന്ന ദൂരമാണ് നമ്മളെന്ന് പറയുന്നത് സ്പാൻ എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഈ രണ്ട് ലൈനുകൾക്കിടയിൽ വരുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പാൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി അത് നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. ഇനി ഈ സ്പാൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ സ്പാൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ മാർക്ക് ചെയ്ത് 60 ഡിഗ്രി മാർക്ക് ചെയ്തിരിക്കണം. കണ്ടോ? നമ്മുടെ സ്പ്രിങ്ങറാണ് ഈ രണ്ട് പോയിന്റുകൾ നമ്മൾ സ്പ്രിങ്ങർ എന്ന് പറയുക. ഇന്നലെ നമ്മൾ പഠിച്ചതാണ് ഈ രണ്ട് പോയിന്റുകൾ നമ്മൾ സ്പ്രിങ്ങർ എന്ന് പറയും. ഈ സ്പ്രിങ്ങറിൽ നമ്മൾ എന്ത് ചെയ്യാണ്? 60 ഡിഗ്രി മാർക്ക് ചെയ്യുകയാണ് രണ്ട് സൈഡിലും. അങ്ങനെയാണ് ആ ചെരിവ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ സ്പ്രിങ്ങറിൽ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ടാണ് നമ്മൾ 60 ഡിഗ്രി മാർക്ക് ചെയ്യുന്നത്. ആ മാർക്ക് ചെയ്തിട്ട് അത് നേരെ താഴേക്ക് അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വരയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ആ വരയ്ക്കുന്ന ആ ലൈനുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സെൻറ്റർ പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിനുശേഷം എത്രയാണോ നമ്മുടെ ആർച്ചിൻ്റെ തിക്നെസ് എത്രയാണോ, 20 ആണെങ്കിൽ 20, 30 ആണെങ്കിൽ 30, അതിനനുസരിച്ച് നമ്മൾ അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഫ്ലാറ്റ് ആർച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്പാൻ ഉണ്ടാവില്ലേ? അപ്പോൾ ആ സ്പാൻ വരച്ചു നമ്മൾ. ഇപ്പം നമുക്കതിൻ്റെ ഭിത്തി വേണമെങ്കിൽ ഭിത്തിക്കനം വേണമെങ്കിൽ ഭിത്തിക്കനം കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ ദൂരത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പാൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് പില്ലറുകൾക്കിടയിലുള്ള ദൂരം. നമ്മൾ ഫ്ലാറ്റ് ആർച്ച് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? ഇതാണ് നമ്മുടെ സ്പ്രിങ്ങർ എന്ന് പറയുന്ന രണ്ട് പോയിന്റ്. ഈ ലൈനിനെ നമ്മൾ എന്താ പറയുക? സ്പ്രിങ്ങിങ് ലൈനാണ് ശരിക്കും. ഇവിടെ അങ്ങനെ ഒരു ലൈൻ ഇല്ല അല്ലേ? നമ്മളവിടെ പക്ഷേ ഫ്ലാറ്റ് ആർച്ച് വരയ്ക്കുമ്പോൾ ലൈൻ വരും. ബാക്കിയുള്ള ആർച്ചുകളാണെങ്കിൽ നമുക്ക് ആ ലൈൻ അവിടെ വരയ്ക്കേണ്ടത്. നമ്മൾ ഡോട്ടർ ലൈനിലാണ് നമ്മൾ വരയ്ക്കുക. അപ്പോൾ നമ്മുടെ ഈ രണ്ട് സ്പ്രിങ്ങർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? 60 ഡിഗ്രി കൊടുക്കുകയാണ്. ഇങ്ങോട്ട് 60 ഡിഗ്രി. എന്നിട്ട് ഈ ലൈൻ നമ്മളിങ്ങനെ താഴേക്ക് നീട്ടി വരയ്ക്കും. അപ്പം നമുക്ക് ഈ രണ്ട് ലൈനും കൂട്ടി മുട്ടുന്ന ഒരു പോയിന്റ് കിട്ടും. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. അതിനുശേഷം എത്രയാണോ നമ്മൾ കൊടുക്കുന്ന ആർച്ചിൻ്റെ തിക്നെസ്, 20 ആണെങ്കിൽ 20, 30 ആണെങ്കിൽ 30. 20 ആണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ 20 മാർക്ക് ചെയ്യുക ഇങ്ങോട്ട്. 30 ആണെങ്കിൽ നമ്മൾ 30 മാർക്ക് ചെയ്യുക. അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഫ്ലാറ്റിൻ്റെ ഇതങ്ങ് കൊടുക്കുക. അതിനുശേഷം ഇത് വരയ്ക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ബ്രിക്ക് വരയ്ക്കില്ലേ? ഈ ബ്രിക്ക് വരയ്ക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ എന്തിനാണ് ഈ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തതെന്ന് വെച്ചാൽ, ഈ ബ്രിക്ക് വരയ്ക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഈ ആർച്ചിൻ്റെ സെൻറ്റർ പോയിന്റിന് നമ്മൾ എന്താ പറയുക? ക്രൗൺ എന്നാണ് പറയുന്നത് അല്ലേ? എക്സ്ട്രഡോസിൻ്റെ സെൻറ്ററിനെ നമ്മൾ എന്താ പറയുക? ക്രൗൺ എന്നാണ്. അപ്പോൾ ഈ ക്രൗൺ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിടും. ഓക്കെ. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ബ്രിക്കിൻ്റെ സൈസ് നമ്മൾ വരയ്ക്കുമ്പോൾ 1 സെൻറ്റിമീറ്ററിലാണ് ബ്രിക്കിൻ്റെ സൈസ് നമ്മൾ വരയ്ക്കുക. അപ്പോൾ ആ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ കോമ്പസിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലാറ്റ് ആർച്ച് ആയതുകൊണ്ട് കോമ്പസ് വേണ്ട, സ്കെയിൽ മതി. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ ഇങ്ങനെ നമ്മളിതിൽ മാർക്ക് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ സെൻറ്ററിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ നേരെ കണ്ടിന്യൂസ് പോവില്ല, തിരിച്ച് ഇങ്ങോട്ട് വരും, ഈ എൻഡിലേക്ക് വരും. എന്നിട്ട് ഇവിടെ നിന്ന് 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ 1 1 1 ഇങ്ങനെ ഇങ്ങോട്ട് നമ്മൾ വരച്ചിട്ട് വരും, മാർക്ക് ചെയ്യും. ഇതിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഈ സെൻറ്റർ ഉണ്ടല്ലോ, നമ്മുടെ ഈ സെൻറ്ററിൽ സ്കെയിൽ ഇവിടെ ടച്ച് ചെയ്തിട്ട് ആദ്യത്തെ ഈ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് ബ്രിക്ക് വരയ്ക്കുന്നത്. എപ്പോഴും സ്കെയിൽ ഇവിടെയാണ് ടച്ച് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ സ്പാൻ ഉണ്ടല്ലോ, ഈ സ്പാനിലാണ് നമ്മൾ സ്കെയിൽ വെക്കുന്നത്. ആ പോയിന്റിൽ, സ്പാനല്ല, ഈ രണ്ട് ലൈനും കൂട്ടിമുട്ടുമ്പോൾ നമുക്കൊരു പോയിന്റ് ഇവിടെ കിട്ടിയില്ലേ, അവിടെയാണ് സ്കെയിൽ വെച്ചിട്ട് ഒരു എൻഡ് ഇവിടെയും ഒരു എൻഡ് ഇവിടെയും വെച്ചിട്ടാണ് നമ്മൾ ഈ ബ്രിക്കുകൾ ഇങ്ങനെ വരയ്ക്കുന്നത്. അതാണ് ആ ബ്രിക്കിന് ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരുന്നത്. ഇവിടെ സെൻറ്റർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ സെൻറ്ററിലെ ബ്രിക്കിന് ഇങ്ങനെ ഒരു വി പോലത്തെ ഒരു ഷേപ്പായിരിക്കും ചിലപ്പോൾ വരിക. അങ്ങനെ തന്നെ വരണമെന്ന് നിർബന്ധമില്ല, ഒരു പക്ഷേ അങ്ങനെ വരാം. അപ്പോൾ ഈ സെൻറ്ററിലെ സ്റ്റോണിനെയാണ് നമ്മൾ കീ എന്ന് പറയുന്നത്. ആ ഭാഗത്തിനെയാണ് അവിടെ വെക്കുന്ന ബ്രിക്കിന് നമ്മൾ എന്താ പറയുക? കീ സ്റ്റോൺ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ആർച്ച് വരയ്ക്കുന്നത്. ആർച്ചിൻ്റെ അകത്ത് വരുന്ന ബ്രിക്കുകളും നമ്മൾ
വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ആ സെൻറ്റർ ഏതാണോ ആ സെൻറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ബ്രിക്കുകൾ നമ്മൾ വരയ്ക്കുക. എപ്പോഴും സെൻറ്റർ പോയിൻ്റ്, അതായത് നമ്മുടെ ക്രൗണിൽ നിന്ന് എൻഡിലേക്ക് അല്ലെങ്കിൽ എൻഡിൽ നിന്ന് ക്രൗണിലേക്ക് ആ രീതിയിൽ വേണം നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് വരയ്ക്കാനായിട്ട്. ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം എങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടതെന്ന്. ബാക്കി നമ്മളിത് ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ ഭിത്തിയൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ മിസ് ഇത് വരഞ്ഞ് കാണിക്കുന്നുണ്ടോ ഇപ്പോ? ഉവ്വ്, ഞാൻ ഇതിൽ സ്ക്രീനിൽ കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഇല്ല അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. ഇല്ല